ഹായ് ഫ്രണ്ട്സ്, ജെനീസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ നൊസ്റ്റാൾജിക്ക് ഫീൽ തരുന്ന ഇലയടയാണ്. അത് ഗോതമ്പ് വെച്ച് തയ്യാറാക്കിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമുക്ക് എപ്പോഴും കഴിച്ചാലും ഒരു മടുപ്പ് തോന്നാത്ത നമുക്ക് ഇലയട തയ്യാറാക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നതിനോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇതിനു വേണ്ടി ഞാൻ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഗോതമ്പ് പൊടി ആകുമ്പം നല്ല ഒരു ടേസ്റ്റുമാണ്, പിന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കും. ഒന്നിൽ അളവെന്നെടുക്കാം, അല്ലെങ്കിൽ സാധാരണ പോലെ നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയെടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് പൊടിയെടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് 3/4 ടീസ്പൂണോളം ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വളരെ കുറച്ച് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. സാധാരണ നമ്മുടെ പച്ചവെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. വളരെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഇലയിൽ ഇത് പരത്തി എടുക്കുമ്പോൾ നന്നായിട്ട് പരത്തി എടുക്കാൻ പറ്റുന്ന രീതിയിൽ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം എടുക്കുന്നതൊക്കെ ഓരോ പൊടിയുടെയൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരും. എനിക്കിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിനുള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഒരു പാൻ ഞാനിപ്പം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആദ്യമേ കുറച്ച് അവലാണ്. അവലിട്ട് നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു ലേശം ഒന്ന് കളർ മാറുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ 1 കപ്പ് തേങ്ങയാണ്. നന്നായി ചീകിയെടുത്ത തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ കഴന്നൊക്കെ വീഴുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് പീര മാത്രമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ചീകിയെടുത്ത ശർക്കരയാണ് ഇതിനകത്തിലേക്ക് ചേർക്കുന്നത്. ഇനി ശർക്കര പാനിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ശർക്കര പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരും. ഇതിപ്പം ഞാൻ ഈ ചേർത്തെടുത്ത മിക്സിന് നല്ലൊരു മധുരം തന്നെയാണ് ഉണ്ടായത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഏലക്കായും നല്ല ജീരകവും കൂടെ പൊടിച്ചതാണ്, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2ആയിട്ടാണ് ആദ്യമേ കുറച്ചിട്ടതിന് ശേഷമാണ് ബാക്കിയുടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ഇത് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്ത് വേണ്ടി നമുക്കിത് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഈ അട പരത്തിയെടുക്കാനുള്ള ഇലയെല്ലാം നന്നായിട്ട് കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ മാവ് കയ്യെ പറ്റാതിരിക്കാൻ നല്ല വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കൈ ഒന്ന് മുക്കിയതിന് ശേഷം എത്രയാണോ നമുക്കൊരു അട പരത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ കൈ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് വിരൽ വെച്ചാണെങ്കിൽ 2-3 വിരൽ വെച്ച് നമുക്കിതൊന്ന് ആ ഇലയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഇലയിൽ നമ്മൾ ഈ മാവ് നന്നായിട്ട് എത്രയും തിന്നായിട്ട് പരത്തിയെടുക്കുന്നുവോ അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് ഇലയട നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഏറ്റവും സോഫ്റ്റായിട്ട് തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാനെ കൊണ്ട് പറ്റണം. ഞാൻ വളരെ എത്രയും കുറച്ചെടുക്കാൻ പറ്റുമോ ആ രീതിയിൽ ഞാൻ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയും അടയുടെ എല്ലാ സൈഡിലേക്കും ഇനിയും ഈ പരത്തിയ അടയിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ് ആണെങ്കിൽ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് മറു സൈഡ് അങ്ങ് എടുത്താലും മതി. ഇനിയും നന്നായിട്ട് ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ ഈ അട പരത്തിയെടുത്ത എല്ലാത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാൻ അങ്ങനെയാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. എല്ലാ സൈഡിലേക്കും ഫില്ലിങ് വെച്ചിട്ടുണ്ട്. പരമാവധി എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഫില്ലിങ് വെച്ചു. അതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇല മടക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ അട നല്ല സെറ്റായിട്ട് അവിടെ ഇരിക്കും. അങ്ങനെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കും. മടക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക.
ഇതിപ്പോൾ ഇങ്ങനെ സൈഡൊന്നും മടക്കി വെക്കണമെന്നൊന്നുമില്ല. ഇതിപ്പം അതിനുള്ളിൽ നിന്നൊന്നും ഒലിച്ചു പോവുകയൊന്നുമില്ല. ഇങ്ങനെ തന്നെ രണ്ടായിട്ട് അങ്ങ് മടക്കിയാൽ മതി. ഇനി അപ്പച്ചെമ്പോ സ്റ്റീമറോ അടുപ്പ് വെച്ച് നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന അട വെച്ച് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് മുതൽ ഒരു 12-13 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തുറന്നെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അട നല്ല വെന്ത് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4 മണിക്ക് ചായക്കൂടോ അല്ലെങ്കിൽ എപ്പോഴും കഴിച്ചാൽ നമുക്ക് മടുപ്പ് വരാത്ത ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് വെച്ച് തയ്യാറാക്കിയത് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ആഴ്ചയിൽ ഒരിക്കലേലും ഉണ്ടാക്കി നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്